evening and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo. Gift sponsored by Green Olive Salon, Dubai Crocodile Park, Calicut Junction Restaurant and the special gift hamper from ഉജാല. അപ്പൊ ഇന്ന് മൺഡേ ആണ്, നല്ലൊരു തിങ്കളാഴ്ച. 1 വീക്ക് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. നമ്മുടെ ഈദ് ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞ ഒരു വീക്ക് സത്യമാണ്, വളരെ ഒരു അപ്പൊ ഇന്ന് 3 in 1 ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ സുജിത, ഞാൻ റീനു. അപ്പൊ ഇന്നൊരു തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന പോലെ നല്ലൊരു തുടക്കമാണ്. ആക്ച്വലി നമ്മുടെയൊക്കെ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ഷോ. നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423824191. യെസ്. അപ്പൊ എല്ലാവരും റിനു, ഈ ഒരു മന്ത് തീരാൻ പോവാണ്. അതായത് ഒരു ഇയറിന്റെ ഹാഫ് 2024 ഹാഫ് തീരുകയാണ്. സത്യമാണ്. അത് നമുക്ക് ആക്ച്വലി അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നുള്ള ഒരു ചിന്തയാണ്. കാരണം ദിവസങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈവൻ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് വരാൻ പറ്റുന്നെങ്കിൽ പോലും നമുക്ക് ശരിക്കും ഒരുപാട് ദിവസങ്ങൾ വരെ കാണുന്ന പോലെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു സത്യം പറഞ്ഞാൽ ആഴ്ചകൾ കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഫുൾ അവധിയായിരുന്നു അല്ലേ? അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവധിയൊക്കെ നല്ലതായിരുന്നു, നന്നായിരുന്നു. ഇന്നത്തെ ദിവസത്തിന് എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയണോ? അതായത് ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയൊക്കെ ഒരു സ്വപ്നമാണല്ലോ, നമുക്കൊരു ചാനലില് അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു കലാപരമായിട്ടുള്ള ഒരു മേഖലയിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റുക എന്നുള്ളത് ഓരോരുത്തരും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പൊ ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുക നമ്മുടെ യുബിയിൽ വഴിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സുജി യുബിയിൽ വന്നിട്ട് 2 വർഷം തികയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. 2 വർഷമായിട്ട് നമ്മുടെ യുബിയിലുമായിട്ട് ഭാഗമാകാൻ പറ്റിയതിൽ സുജിക്ക് ഒരുപാട് 2 വർഷമായിട്ട് എല്ലാവരുടെയും കൂടെ ഒരുപാട് സന്തോഷമുണ്ട്. അതെ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവിടെ നിരഞ്ജൻ ബ്രോയുടെ കേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ സച്ചുവേട്ടൻ നേരത്തെ മറ്റേ ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആഘോഷത്തിനൊക്കെ ഇൻ കേസ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവർ മേടിച്ചിട്ട് വരില്ല, ഞങ്ങൾ ടി-വിയിൽ പറഞ്ഞത് കാരണം. അപ്പൊ എന്തായാലും ഈ ഒരു 2 വർഷം നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പൊ എല്ലാവരും ടി-വിയുടെ മുന്നിൽ റെഡി ആയിട്ടുണ്ടാവും നമ്മളെ വിളിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഈ 2 വർഷത്തെ യാത്രയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അതിനു മുന്നേ നമ്മൾ വേറൊരു 12 മാസക്കാലത്തെ ഒരു യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഒപ്പമുള്ളത് നിതം കൺസൾട്ടൻസിയാണ്. അപ്പൊ ഈ നിതം കൺസൾട്ടൻസിയുടെ ഹിറ്റ് മെലഡി ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഹിറ്റ് മെലഡി ഡ്രീംസ്. ഇതിന്റെ ഓൾറെഡി ഒരു വീക്കില് ഒരു മന്തിലെ ഇത് നമ്മൾ കഴിഞ്ഞു. ആ ഒരു യാത്രയിൽ എല്ലാവരും പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൽനാദയിൽ വെച്ചിട്ടായിരുന്നു, ലാവൻഡർ ഹോട്ടലിൽ. സോ അതിൽ ഒരുപാട് പേര്, അതെ, 5 ഗായകർക്കൊപ്പം നമ്മുടെ അഫ്സലിന്റെ കൂടെ ആയിരുന്നു ഇവരെല്ലാവരും പാടിയുന്ന. തകർപ്പനായിരുന്നു ആ ഒരു പ്രോഗ്രാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അയച്ചതിൽ നിന്ന് 5 പേര് നമ്മൾ സെലക്ട് ചെയ്തു. ആ 5 പേര് നമ്മുടെ അൽനാദയിലെ ലാവൻഡർ ഹോട്ടലിൽ വെച്ചിട്ടൊരു ഇവന്റിലായിരുന്നു. നമ്മുടെ പിന്നണി ഗായകൻ അഫ്സലിന്റെ ഒപ്പം അവർക്ക് സ്റ്റേജ് പങ്കിടാനുള്ള ഒരു അവസരം കൂടെ ലഭിച്ചു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു ഇവന്റില്. നമ്മുടെ ഹിറ്റ് എഫ്എമ്മും ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇവന്റ് നടത്തുന്നത്. ഒരുപാട് നിങ്ങളൊക്കെ ഈവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് ഇതിന്റെയൊക്കെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയത്. ഇപ്പൊ ഫസ്റ്റ് മന്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ സെക്കൻഡ് മന്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ സെക്കൻഡ് മന്തിലെ ആ ഒരു 5 ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പൊ അതിലൊന്ന് എന്തായാലും നിങ്ങളായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 2 ഡിഫറെന്റ് ജോണേഴ്സിലുള്ള പാട്ടുകൾ, അതായത് സൗണ്ട് ട്രാക്സോ കരോക്കെയോ ഒന്നും ഇല്ലാതെ റോ മ്യൂസിക്കിലായിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ hello@melodydreams.aയിലേക്ക് സെൻഡ് ചെയ്യുക. അതിൽ നിന്നും ഉള്ള എൻട്രീസ് ഇന്ന് 5 പേരെയായിരിക്കും ഈ പ്രാവശ്യം തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അവർക്കും ഒരു സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ ആയിരിക്കും ഈ അവസരം കിട്ടുന്നത്. ഈ പ്രാവശ്യത്തെ ആരാണെന്ന് റിവീൽ ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു സീക്രട്ട് ആണ്. അപ്പൊ ഈ ഒരു 5 പേര് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആളുകൾ ആയിക്കോട്ടെ ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പൊ മലയാളത്തിലും തമിഴിലുള്ള 2 ജോണേഴ്സിലുള്ള പാട്ടുകളാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ ഒപ്പം നിങ്ങളിപ്പോ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളം ആയല്ലേ. അവർക്കറിയാമെങ്കിലും നമ്മൾ ആശംസിക്കുകയാണ്. ലാസ്റ്റ് മന്ത് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടെ നിങ്ങൾ അതൊന്നുകൂടെ സെൻഡ് ചെയ്യുക. അപ്പം ചിലപ്പം ഈ പ്രാവശ്യം ആ ഒരു മെയില് ഇപ്പം പോകുന്ന ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഒരു ടോപ്പ് ലിസ്റ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഇത് വരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സെൻഡ് ചെയ്തേക്കുക. അതെ. ഈ മാസം ഇൻ കേസ് നമുക്ക് സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ 12 മാസം 1 വർഷത്തോളം നീണ്ടു ജൂൺ വരെ സമയം കിടക്കണം. അതെ. നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ. ഹലോ 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 ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനിപ്പോ നമ്മുടെ ഒരു ഹലോ 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 മാലിക്, എന്ത് പറയുന്നു?
സുഖം. പിന്നെ അമ്മ വേറെ വന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? ശൈലാൻഡി വന്നോന്ന്? ഇല്ലില്ല, വന്നില്ല. ആഹാ, അടുത്ത മാസം. എങ്ങനെയുണ്ട്? അങ്ങനെ പോകും. എന്താ ഇന്നൊരു ഒരു ഒരു ഇതില്ലാത്ത ഒരു ഉന്മേഷം ഇല്ലാത്ത എന്ത് പറ്റി? വീക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കും. ഒന്നുമില്ല. നിങ്ങൾക്ക് ഉന്മേഷം പകരാനാണ് ഞങ്ങൾ ഇന്ന് വീക്കിൽ മൺഡേ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ എന്തെങ്കിലും ഡള്ളായാലും നിങ്ങൾ ഡള്ളോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഭയങ്കര ഡള്ളായിട്ട്, സോറി, ഞങ്ങൾ ഭയങ്കര ഭയങ്കര എനർജറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, ഭയങ്കര ആക്റ്റീവ് ആണെന്ന്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെരുന്നാൾ അവധിയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ അവധി? എനിക്ക് ശനി ഞായർ മാത്രമേ. വർക്കിംഗ് ഉണ്ടായിരുന്നു പറയണ്ടായിരുന്നു അല്ലേ? ഓ, അത് ഇത്രയും അവധി കൊടുക്കുമ്പോ അത് ഭയങ്കര സങ്കടമായിപ്പോ അല്ലേ? മാലിക്കിന്റെ ആരും തന്നെ കൂടെ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? അമ്മയില്ല, എവിടെയും പുറത്ത് പോകാറില്ല അമ്മയില്ലാത്തോണ്ട്? അല്ല, പുറത്ത് ഇല്ല, പുറത്ത് പോയില്ല, ഒരു കുഴപ്പമില്ല. മാലിക്കിന്റെ സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് മാലിക്കിന്റെ ഉമ്മയാണ് അല്ലേ? അപ്പം ഉമ്മ ഇല്ലെങ്കിൽ വേറെ ആരും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. അല്ല, അതുകൊണ്ടല്ല. എന്താണ്, ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. അപ്പം അപ്പൊ നല്ല പണിയുണ്ടല്ലേ? കൊള്ളാം. ആളിനി എന്നത്തേക്കാ വരുന്നത്? എവിടെ ആളിനി തിരിച്ചെന്നാ വരുന്നേന്ന്? അമ്മ എന്നാ വരുന്നേന്ന്? അടുത്ത മാസം. അല്ല, അമ്മയല്ലേ ചോദിച്ചേ. കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പണി ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. കൂടെയുള്ള സ്റ്റാഫേ ഇല്ലാന്ന് പറഞ്ഞില്ലേ? മാലിക് ഇപ്പോഴും ഓഫീസിലാണോ? ഓഫീസിലാ? ഞാൻ വീട്ടില്. ഭയങ്കര ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മാലിക്കിനാണ്, ഞങ്ങളും പഴയ ഒരു എനർജിയോട് കൂടെ വന്നിരിക്കുകയാണ്. മാലിക് പറയൂ. അതെ അതെ, എന്തെങ്കിലും കിട്ടോളൂ. ഇന്നൊന്നും ഇല്ലല്ലേ? ഇന്ന് ഞാൻ എന്താണ് കർട്ടൻ വെട്ടി തച്ചതാ? ആരോടല്ലേ? ആരോടാന്ന് പറയും? എന്നോടാ. ആണോ? നല്ലതല്ലേ? 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 സുജീത. നല്ലതല്ലേന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കർട്ടൻ കൊടുത്തു വിട്ടായിരുന്നു. അടുത്ത ആഴ്ച ഉടുപ്പ് വെച്ചിട്ട് വരാൻ പറഞ്ഞു. റീനുവിന്റെ ഇതൊക്കെ സ്റ്റോക്കാണ്. അതാണ് ഞങ്ങൾക്ക് ഈ ഒരു മാലിക്കിനെയാണ്. രണ്ട് ഒരുമാതിരി കർട്ടന്റെ തുണി എനക്ക്, ഒന്ന് പിങ്ക് കളർ, ഒന്ന് ഒരുമാതിരി ബ്ലൂവും റെഡും കൂടെ. ഞാൻ അങ്ങ് ഹൈപ്പിലേക്ക് പോയതായിരുന്നു, വീണ് ചവിട്ടി താഴെയിട്ട്. കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക്. ഞാൻ ഇറങ്ങുമ്പോ എന്നോട് വീട്ടിൽ നിൽക്കുന്നത് എന്റെ കാതില് പരിപ്പ് കൂടെ സ്വന്തമായിട്ട് ട്രോള് വാങ്ങിക്കുക. പിന്നെ ഇന്ന് നമ്മുടെ സുജി നമ്മുടെ UBL 2 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ. 2 വർഷമായിട്ട് മാലിക്കിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്. ആണോ? എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം വിളിച്ചോണ്ടിരുന്നത് അല്ലേ? എന്താണ് 2 വർഷം? താങ്ക് യു. അതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതി, സമയമുണ്ട്. ഇനി വരുന്ന ദിവസം കൊണ്ടുവന്നാ മതി. നോക്കാം. എന്തുതരം ഗിഫ്റ്റാ വേണ്ടത്? അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ എനിക്ക് പകുതി തരണം, ഞാൻ പറഞ്ഞിട്ടോ അതായിരുന്നേ. കിട്ടിയ പകുതി തരണം, ഒരു അടി കിട്ടിയ ഞാൻ തിരിച്ച് നന്നായിട്ട് വേണ്ട. പിന്നെ നമുക്ക് എന്താണ് ഞാൻ നോക്കാം. ഓക്കെ. നമുക്കും വർഷങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മളുടെയും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഉടനെ തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്തോ, അത് കഴിഞ്ഞിട്ട് വന്നാ മതി. റീനുവിന്റെ ഷഷ്ടിപൂർത്തി വരുന്നുണ്ട്. ലൈവായി പോയി, ഞാൻ ഒന്നും പറയണില്ല. ഞാനിന്നേ സുജിയോട് ആക്ച്വലി പറഞ്ഞോളൂ, സുജി എന്തെങ്കിലുമൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ അടിക്കണം, എനിക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറ്റുന്നില്ല സുജി, ഞാൻ അങ്ങനെ ഡീസന്റ് ആയി പോവാണ്. അപ്പൊ സുജി എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞാൽ അതേക്ക് ഒരു പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡള്ളായി പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് അവൾ എന്നെ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുക. പറയണ്ടായിരുന്നു. ആ ചിരി പോലും വരുത്തുക. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? മാലിക്കിന് മൊത്തത്തിൽ ഒരു ക്ഷീണം. ഒരു ക്ഷീണം. ഒന്നും കഴിച്ചില്ല? ഇല്ല കഴിച്ചു. എങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്നാണ്? ഓരോ ദിവസം ഓരോ മൂടാണ്. ആണല്ലേ? സാരമില്ല, എന്നാലും ഞങ്ങളെ മുടങ്ങാതെ വിളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ സത്യം. ഞങ്ങളെ വിളിക്കുമ്പോ ആ ഒരു മൂടൊക്കെ കുറച്ച് സമയത്തേക്ക് മാറുന്നില്ലേ? അതെ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നമ്മളെ വിളിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. എന്റെ കൂടെ ഇന്ന് എന്റെ കൂടത്തിലാണ് ആള് നിൽക്കുന്നത്. സുജിന് ഇപ്പൊ താല്പര്യമില്ല, ചാടി കയറി അവിടെ വന്നിട്ട് എന്റെ കൂടത്തിൽ വന്നു. ശരി മാലിക്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഏതാ? പൊളിറ്റിക്സ്. അടിപൊളി പൊളിറ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പൊളിറ്റിക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ നമ്മുടെ മാലിക്കിനായിട്ടുള്ള പൊളിറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇതാ വന്നിരിക്കുന്നു. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? പത്മരാമചന്ദ്രൻ, നിവേദിത പി ഹരൻ, നിളാ ഗംഗാധരൻ. പത്മജയല്ലേ? കേട്ടോ? കേട്ടു. ഓപ്ഷൻ ബിയോ? ഓപ്ഷൻ ബി, നിവേദിത പി ഹരൻ. നോക്കാം. നല്ല പേരല്ലേ എല്ലാം. നീള, നിവേദിത. നമുക്ക് നോക്കാം നിവേദിതയാണോ എന്ന്.
ഉറപ്പുണ്ടോ? അപ്പൊ നമുക്ക് ഗിഫ്റ്റ് മീൻസ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പറ്റും, ഇത് ശരിയാവുമെന്ന് ഉറപ്പുണ്ടോ? ഗസ് അടിച്ചോ? ഗസ് അടിച്ചോ? ഈദായിട്ട് എന്തായിരുന്നു? കസിൻസിന്റെ വീട്ടിലൊന്നും പോയില്ല? ഈദായിട്ട് പോയി. പോയാ? നല്ല ഫുഡൊക്കെ അടിച്ച് പോയി. എന്തായിരുന്നു സ്പെഷ്യൽ ബിരിയാണി? മട്ടൻ ബിരിയാണി. മറന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ നാളായില്ലേ? ഓ അത് ശരി. അല്ലേ മാലിക്? ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ നാളായില്ലേ? മറന്നുപോയില്ലേന്ന്? മറന്നു. അങ്ങനെ മറക്കോ? നീ മറക്കോ? ഞങ്ങൾക്ക് ബ്രെയിൻ കൂടുതലുള്ള ആളുകൾ ഞങ്ങൾ മറക്കൂല്ലോ അല്ലേ മാലിക്ക്? അയ്യോ എനിക്ക് നമ്മള് വിശേഷം മുസ്ലിം ആണോ? മുസ്ലിം ആണോ? എന്തായിട്ട് തോന്നിയേക്കണത്? കാസ്റ്റ് പറയില്ല. ക്രിസ്ത്യൻ ആയിട്ടാ തോന്നിയത്. ഹിന്ദുസ്ഥാനിയാണ്. ഹിന്ദുസ്ഥാനി. നിവേദിത പി ഹരനാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്. അടിപൊളി. അപ്പൊ അടുത്തത് ഹിന്ദുസ്ഥാനിയാണോ? ഹിന്ദുസ്ഥാനിയാണ്. അച്ചാളിന്ന് റെക്കോർഡ് ചെയ്ത് ഇറങ്ങിട്ട് കൊടുക്കുന്നുണ്ട് ആ ചളിക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാട്ടോ. ഓക്കെ, നിനക്കിട്ട് തരാം. എല്ലാം മതവും ഒന്നാണ്. ഓക്കെ, ഇല്ല സ്റ്റോപ്പ് ആയില്ല. സ്റ്റോപ്പ് ആയിട്ടില്ല. ജിക്കാണ് കേട്ടോ. എന്താ വരാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ജിക്ക് അടുത്ത് ചോദിക്കട്ടെ. കിട്ടി പോയാ പോയി. ഞാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കും, അത്ര തന്നെ അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കും, നിനക്ക് പറ്റിയത്. അരി, ഗോതമ്പ്, കപ്പ, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീനുകൾ, ജീവകം, അന്നജം. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങൾ ജീവകമാണോ അന്നജമാണോ? അന്നജം മീൻസ് കാർബോഹൈഡ്രേറ്റ്, ജീവകം മീൻസ് ഓപ്ഷൻ സിയോ? ഓപ്ഷൻ സി അന്നജം. അന്നജം കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറയുന്നത്. നേരം കേൾക്കുന്നോണ്ടായിരിക്കും അരിയില് മൊത്തം കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. അന്നജമാണ് അല്ലേ? അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ലേ? കേട്ടില്ല. അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ലേ? അരിയിലൊക്കെ ഫുള്ള് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞു, അങ്ങനെ കേട്ടിട്ടല്ലേ? അതായത് വണ്ണം കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ് ആണ് അരി എന്നൊക്കെ പറഞ്ഞിട്ടാണോ? ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റിലേക്ക് പോണം നമുക്ക്. എനിക്ക് വയ്യ, ഒരു സഹായവും ഇല്ല. അതിന് മാലിക്ക് മാത്രം. എന്ത്? 2 ക്വസ്റ്റിനും ആൻസർ ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങളുടെ മാലിക്ക് നല്ല ബ്രെയിനാണ് അല്ലേ മാലിക്ക്? അതെ. എന്താ പറയാ സുജി, ഞാൻ പറയണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കുട്ടികളത് കൊടുക്കാം. അടുത്തത് കറക്റ്റ് വീണ്ടും ജിക്ക്. ഓക്കെ, മാലിക്ക് വീണ്ടും ജിക്കാണ് വന്നിരിക്കുന്നത്. മാലിക്കിന് ഒരു ഇതിലൊന്നുമില്ല. ഓക്കെ, ചോദിക്കട്ടെ? ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോഫിൻ, തൈറോക്സിൻ, വാസോപ്രസിൻ. എനിക്കറിയാം. ഇപ്പൊ നീ എന്നോട് ആൻസർ പറയുന്നിട്ട് ഞാൻ നോക്കട്ടെ. മാലിക്ക് കേക്കും. ഏതാണ്? ഓപ്ഷൻ ബിയോ? ഓപ്ഷൻ ബി തൈറോക്സിനോ? റിനു എന്ത് പറയുന്നു? റിനു എന്ത് പറയുന്നു? ഞാൻ തൈറോക്സിനാണ് പറഞ്ഞത്. പക്ഷെ തൈറോക്സിൻ അല്ല, സൊമാറ്റോട്രോഫിൻ ആണ്. എന്തിനാണ് നമ്മുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? എന്തിനാണോ 4 വർഷം പഠിച്ചത്? മാലിക്കിന് അതറിയാമോ? റീനു ഒരു നേഴ്സ് ആയിരുന്നു. ഞാനത് പഠിപ്പിച്ച അന്ന് കോളേജിൽ കേറിയിട്ടില്ല. എനിക്ക് എന്തോ പരീക്ഷയായിരുന്നു. എല്ലാ എക്സാമും സപ്ലി എഴുതിയിട്ടില്ല. 4 വർഷം തന്നെ അന്തസ്സായിട്ട് ജയിച്ചു. അത് ഇപ്പൊ കണ്ട് പോയിട്ട്. അപ്പൊ ഓക്കെ, എന്തായാലും അപ്പൊ ഓക്കെ മാലിക്, നാളെ വിളിക്കണം. കൺഗ്രാചുലേഷൻ പറയാൻ കയ്യിൽ കേട്ട് വരുമായിരുന്നു. ഇടയ്ക്ക് റിലവ് പോയായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, പക്ഷെ ഞാനത് പറയുമ്പോ അതിന്റെ ഇടയിൽ കയറിയിട്ട് എനിക്കിട്ട് പാര തരരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ ഇപ്പം ഈ ഒരു ഹിറ്റ് മെലഡി എന്ന് പറഞ്ഞപ്പോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഉണ്ടായിരുന്നു, വേൾഡ് മ്യൂസിക് ഡേ ആയിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം. പാടാനൊന്നും പറയരുത്, ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം. നമ്മളിപ്പോ വന്നപ്പോ കേട്ടിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ഷംനഖാസിന്റെ ഒരു പാട്ട്. എനിക്കറിയില്ല, എന്നോട് സുജി പറഞ്ഞത്, പക്ഷെ എനിക്കറിയത്തില്ല അത് ഏത് സിനിമയിലെ പാട്ടാ. ഇപ്പൊ സാധാരണ പണ്ടൊക്കെ ചട്ടക്കാരിയിലെ പാട്ട്, ചട്ടക്കാരി റീമേക്ക് ചെയ്ത് നിലാവേ.
പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുന്ന സമയത്തുണ്ടല്ലോ ആ സിനിമയിലെ ഹീറോ ഹീറോയിൻ അങ്ങനെയാ നമുക്കിപ്പോ മ്യൂസിക് ഇപ്പൊ പാടിയത് മേ ബി അറിയായിരിക്കും, പക്ഷെ അതിന്റെ ഒരു ഗാനരചനയോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അങ്ങനെ നോക്കാറില്ല. ഗാനരചന സംവിധാനം ഓക്കെ ഓൾമോസ്റ്റ് നോക്കി വെക്കും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആ ഒരു അണിയർ പ്രവർത്തകരെല്ലാം പുറത്തേക്ക് എല്ലാരെയും നമുക്കിപ്പോ എനിക്ക് തോന്നുന്ന ഒരു സോങ് ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാം അത്യാവശ്യം പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാവരും കാണും അതിനകത്ത്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഫെമിലിയർ ആയി. ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോരുത്തര് പണ്ടൊന്നും ബാക്ക് ഓഫ് ക്യാമറ അങ്ങനെ ആർക്കും അറിയത്തില്ല. ഇന്ന് പുറത്തെ അതായത് ഫ്രണ്ട് ഓഫ് ക്യാമറയിലുള്ള ആർട്ടിസ്റ്റുകളെ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഡയറക്ടറിനെ അറിയാം, പ്രൊഡ്യൂസറിനെ അറിയാം, പിന്നെ ആർട്ടിസ്റ്റുകളെ അറിയാം. പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞാല് നമ്മുടെ വേൾഡ് മ്യൂസിക്കൽ ഡേ ആയിരുന്നു. എന്നായിരുന്നു അറിയോ? ലാസ്റ്റ് വീക്ക് ആയിരുന്നു. അപ്പൊ സുജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്താ? ഓക്കെ, ഞാൻ അങ്ങനെ ചോദിക്കാൻ മന്ദാരച്ചെപ്പുണ്ടോ അതറിയില്ലേ? പാടക്കാനല്ല, പിന്നെ പാടിക്കാനല്ലേ. അങ്ങനെ അല്ല, അപ്പൊ നമുക്ക് അതിന്റെ സിനിമകളെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാണ്. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അല്ലാണ്ട് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് എപ്പോഴും എത്രയോ ജന്മമായില്ലേ. അതാവുമ്പോ ഈസി ആണല്ലോ അല്ലേ? ഏത് സിനിമ എന്നാ പറയാ? അതിന്റെ സംഗീത സംവിധായകൻ ആരായിരുന്നു? ആണോ? എനിക്ക് വിദ്യാസാഗരൻ. കഴിഞ്ഞ ദിവസം സാറിന്റെ ഒരു ഇത് കൂടെ ഞാൻ കണ്ടതേ ഉള്ളായിരുന്നു. പിന്നെ വേറെ ഇഷ്ടമുള്ള പാട്ട് ഏതാ? വേറെ ഇഷ്ടമുള്ള പാട്ട് മന്ദാരച്ചെപ്പുണ്ടോ ഇഷ്ടമാണ്. അതാരാ മ്യൂസിഷ്യൻ? എനിക്ക് ഇവരെ മൂന്നുപേരുണ്ടല്ലോ, ജോൺസൺ മാഷ് ഉണ്ട്, ഔസേപ്പച്ചൻ സാർ ഉണ്ട്, മന്ദാരച്ചെപ്പുണ്ടോ പറയാ. അതാരാ അത്? ജോൺസൺ മാഷ്. എനിക്ക് അറിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് സുജിക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട്, അല്ലാതെ എനിക്ക് ആരും പറഞ്ഞു തന്നൊന്നല്ല കേട്ടോ, എനിക്ക് ശരിക്കും അറിയാം. ഇവര് മൂന്നുപേരുടെയും പാട്ടുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഹിറ്റും ഭയങ്കര മെലഡിയസ് ആണ്. സത്യം. പണ്ടത്തെ പാട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നല്ല, ഇപ്പത്തെ പാട്ടുകള് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് പണ്ട് സമ്മാനിച്ച ഒരുപാട് പ്രതിഭകളായിട്ടുള്ള അല്ലേ നമ്മുടെ ഗുരുക്കന്മാര്, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരിക്കലും വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കുന്ന ഒരുപാട് പാട്ടുകൾ. ഒരു മെലഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുതിയ ഇറങ്ങിയല് ഒരു മെലഡി ആയിട്ട് തോന്നിയത് അറിയുന്നു പറ, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മെലഡി. സത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പുതിയത് ഇറങ്ങിയതിൽ എല്ലാം ഈ പറയുമ്പോ ഇല്ലൂമിനാട്ടി ഇതൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന മെലഡി സോങ്സ് ആണ്. ഫാസ്റ്റ് സോങ്സ് നമ്മൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ മന്ദാരച്ചെപ്പുണ്ടൊക്കെ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു മൂവി ഉണ്ട്, മൂവി ഞാൻ മറന്നുപോയി, ചന്ദനക്കാറ്റ് എന്ന് പറഞ്ഞൊരു മൂവി. ചന്ദനക്കാറ്റ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ, തെറ്റിക്കരുത്. നരേന്ദ്ര പ്രസാദ് ഫാദറായിട്ട് അവര് അക്സെപ്റ്റ് ചെയ്യാത്ത അതാണ്. സുരേഷ് ഗോപി അല്ല, സുരേഷ് ഗോപി അല്ല, സിദ്ദിഖാണ് അതിന്റെ അകത്ത്. ഭീഷ്മാചാര്യ. അതിനകത്ത് സുരേഷ് ഗോപി അല്ല. ഷുവറാ? ഓക്കെ. അല്ല, ഞാൻ ഇന്നലെ അതിന്റെ ഒരു ബിറ്റ് കണ്ടപ്പോ എനിക്ക് ആ സിനിമയാന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് കണ്ടിരുന്ന ഒരു മൂവി പാട്ടും ഒക്കെ ആയിരുന്നു. പാട്ട് ഞാൻ ഇന്ന് ആക്ച്വലി മ്യൂസിക്കൽ ഡേ ആയതുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ അടുത്തൊരു കോളർ വന്ന് പോയതിന് ശേഷം അവരോട് അവർക്ക് ഇഷ്ടമുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ആരും വിളിക്കാതിരിക്കേണ്ട, നമ്മളെ വിളിക്കേണ്ട നമ്പർ. അപ്പൊ അടുത്ത കോളറിനുള്ള ഒരു ഓഫറാണ് റീനു പറഞ്ഞിരിക്കുന്നത്. അടുത്ത കോളറിന് ഇഷ്ടമുള്ളൊരു പാട്ട് റീനു പാടി തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ എനിക്ക് അറിയാവുന്ന പാട്ടുകളായിരിക്കും നിങ്ങൾ ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസേഴ്സ് നിങ്ങൾക്കായിട്ട് നമ്മൾ തരുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം അത് ആരൊക്കെയാണെന്ന്. നമ്മളെ കാരണം നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഓരോ സ്പോൺസേഴ്സ് ഒരുപാട് നാളുകൾ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യം തന്നെ നമ്മുടെ ക്രൊക്കഡൈൽ പാർക്ക്, ദുബായിലെ ക്രൊക്കഡൈൽ പാർക്ക് ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, പോയിട്ട് എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്, ദുബായിലാണത്. പിന്നെ അതുപോലെ കുട്ടികളെയൊക്കെ ചൂടാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. അത് അത്യാവശ്യം നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഷെയ്ഡുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ നല്ലൊരു അടിപൊളി കഫേയും ഉണ്ട്. അപ്പൊ ഇത്രയും നടന്ന് ക്ഷീണിച്ചാലും അധികം നടക്കാനില്ല, അത്രയും നടന്ന് ക്ഷീണിച്ചാലും നിങ്ങൾക്ക് നല്ല റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൂപ്പർ കഫേ ഉണ്ട് അവിടെ. കഫേക്ക് വേണ്ടിയിട്ട് അവിടെ ക്രൊക്കഡൈൽ പാർക്കിൽ തന്നെ അധികം നടക്കാനില്ല. അല്ല, ഞാൻ എപ്പോഴും ഈ ക്രൊക്കഡൈൽ പാർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്നത് എന്താ ചോദിച്ചാല് കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിലാണ്. അപ്പൊ അവിടെ എത്ര തരത്തിലുള്ള, കഴിഞ്ഞ ആഴ്ചയും സുജി പറഞ്ഞിരുന്നു എത്ര തരത്തിലുള്ള ക്രൊക്കഡൈൽസ് ആണ് അവിടെ ഉള്ളത്? അതിന് റീനു പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. 250 വെറൈറ്റീസ്. അതെ അതെ അതെ. പിന്നെ അതിലും അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അവിടെ ഒരു ഗൈഡ് ഉണ്ട്, നമുക്ക് എല്ലാം സ്റ്റാർട്ട് ടു എൻഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. എങ്ങനെയാണ് ക്രൊക്കഡൈൽസ്, എങ്ങനെയാണ് മെയിലിനെ ഫീമെയിലിനെ തിരിച്ചറിയാൻ പറ്റുന്നത്, ഇവരെന്തിനാണ് ഫുൾ ടൈം ഇങ്ങനെ വാതുറന്നിരിക്കില്ലേ, അതൊക്കെ എന്തിനാണ് എന്നൊക്കെ. അതെന്തിനാണെന്നറിയോ പറഞ്ഞു? അവരുടെ ആ ബോഡി ഹീറ്റ് ഇല്ലേ, ബോഡി ഹീറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ.
നല്ല ഹീറ്റ് ഉണ്ട് അവരുടെ ഇതിൽ, അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ അടുത്ത് നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഒലിവ് സലൂൺ ആണ്. ഇന്നത്തെ കാലത്ത് ആർക്കും സലൂൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. പണ്ടൊക്കെ പെണ്ണുങ്ങളായിരുന്നു സലൂണിൽ പോകുമ്പോൾ, ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ പെണ്ണുങ്ങൾ നിനക്കൊക്കെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ നേരില്ലെന്ന് പറയും. പക്ഷെ ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സലൂൺ അല്ലേ. അപ്പൊ നമ്മളുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ഗ്രീൻ ഒലിവ് സലൂണാണ്. ഒരുപാട് കാലമായി നമ്മളോടൊപ്പം ഉള്ളത്. അത്രയും നല്ല സേവനമാണ് അവരുടെ. അത് നിങ്ങളുടെ എല്ലാം ഇപ്പൊ ഐബ്രോസ് മുതൽ എല്ലാ തരം ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വൗച്ചറായിട്ട് ചെന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു വർത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തായാലും ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ റീനുവിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഓർമ്മിപ്പിക്കില്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഇന്ദു. എവിടുന്നാ വിളിക്കുന്നേ? ഷാർജന്നാണോ? ഷാർജയിൽ എവിടുന്നാ? എവിടെ? ഹലോ ഇന്ദു. മുവേലാന്നാണോ പറഞ്ഞേ? അതെ അതെ, മുവേലെന്നാ പറഞ്ഞത്. മുവേലെന്നാ പറഞ്ഞ. മുവേലിൽ എവിടാ? സ്കൂൾ ഏരിയ അറിയോ? സ്കൂൾ ഏരിയ അറിയാം. അവിടെ എനിക്കൊരു ഷോപ്പ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചു. അതെയോ? എവിടെയാണ്? നമ്മളുടെ സഫാരി മാളിന്റെ ഒക്കെ അവിടെ ആയിട്ട് ഓൾഡ് മുവേലല്ല, ആ ഏരിയയില്. നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. നാളെ നല്ലൊരു റെസ്റ്റോറന്റ് ആണ് റിനുവിൻ്റെത്. എന്താണെന്ന് റിനു പറയില്ല കേട്ടോ. എന്താന്ന് പറയില്ല. ഇനി അത് മതി, ഞാൻ പ്രൊമോഷൻ. ഓക്കെ. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ്? ഞാൻ അക്കൗണ്ടന്റ് ആണ്. നല്ല കുട്ടിത്തുള്ള സൗണ്ട് ആണല്ലോ. എനിക്കും അങ്ങനെ കുട്ടികളോട് സംസാരിക്കണ സംസാരിക്കും. എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാനും അതുകൊണ്ട് ചോദിച്ചു പോയത്. അക്കൗണ്ടന്റ് എങ്ങനെയുണ്ട് ഇപ്പൊ? ഒരു സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടോ? ഒരു ഹാഫ് ഇയർലി സബ്മിഷനും ഇതൊക്കെ ഉണ്ടോ നിങ്ങക്ക്? വാറ്റും അതൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര എനർജി. അല്ല, നമ്മള് കുട്ടികളോട് സംസാരിക്കുമ്പോ കുട്ടികളോട് ചോദിക്കുന്നവര് ചോദിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒക്കെ അവർ ഓഫീസിൽ വെച്ചിട്ട് വരും അല്ലേ എന്തോ? അല്ല, അത് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്തുകൊണ്ട് സൗണ്ട് റീസ് സൗണ്ട് ഇതായല്ലേ? ഓക്കെ. ഇവിടെ ഫാമിലി ആയിട്ടാണോ അതോ സിംഗിൾ ലൈഫ് ആണോ? ഫാമിലി ആയിട്ടാണ്. സമ്മതിക്കില്ല, സിംഗിൾ മിംഗിൾ ആയല്ലേ? ഇന്ദു എന്താണ്? ഇന്ദു, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയ ഒരു സ്ഥലം എവിടെയാണ്? എക്സ്പ്ലോർ ചെയ്ത ഒരു സ്ഥലം? കോർഫക്കാനിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? ജസ്റ്റ് ഒരു ഡ്രൈവിന് പോയതാണോ? ആണോ? ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു അല്ലേ? അതെ അതെ. എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയാ കണ്ടേ? അവിടുത്തെ മറ്റേ ബീച്ചിലൊക്കെ പോയോ? കോർഫക്കാൻ ബീച്ചിൽ? ഹാങ്ങിങ് ഗാർഡൻ. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ പിന്നെ നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ യു എയിൽ എത്ര വർഷമായി? ഞാനിവിടെ 10 വർഷമായി. 10 വർഷമായി. ഫാമിലി ആയിട്ടാണോ? 10 വർഷമായിട്ടും ഫാമിലി ആയിട്ടാണ്. അതെ അതെ, ഫാമിലി ആയിട്ടാണ്. കുട്ടികളൊക്കെ 2 പേരുണ്ട്, ഒരു മോനും ഒരു മോളും. ഓക്കെ. മോളുടെ പേരെന്താ? മോന്റെ പേര് പ്രണവ്, മോളുടെ പേര് പുണ്യ. നല്ല പേരല്ലേ? വെറൈറ്റി ഒരു പേര്. പുണ്യ എന്നുള്ള പേരുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അതെയോ? താങ്ക് യു. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച കാര്യമില്ലേ, അതായത് നല്ലൊരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിത്തമായിട്ടുള്ള ശബ്ദമാണല്ലോ. അതിന്റെ രഹസ്യം എന്താണ് പറയും? മനസ്സിൽ കള്ളത്തരമില്ല, ഞാൻ നല്ല കുട്ടിയാണ്. എന്റെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നുമില്ല, ഞാൻ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. അതാണോ അതിന്റെ രഹസ്യം? അതാണല്ലേ? പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ശബ്ദം മാറേണ്ടതായിരുന്നില്ല. എന്ത് പറ്റി എന്നിട്ട് മാറാത്തത്? ഞാൻ ഭയങ്കര പ്യുവർ ആയിരുന്നു. പക്ഷെ ഭയങ്കര. ഓക്കെ. നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണല്ലേ? വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ ഇന്ദുന്? അറിയാം. കണ്ടിട്ടുണ്ടോ? ഷോസ് കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ട് പിന്നെ മിണ്ടാതിരിക്കരുത് കേട്ടോ, ഇനിയും നമ്മളെ വിളിക്കണം. എനിക്കുണ്ടല്ലോ ഇന്ദുവിന്റെ ഈ സൗണ്ട് കേട്ടിട്ട് ഇന്ദു നല്ലതായിട്ട് പാട്ട് പാടും. നല്ല പാട്ട് പാടുന്നു. പക്ഷെ ഇത്രയും നല്ല സൗണ്ട് ഉണ്ട്. കുറെ നേരമായിട്ട് ഞങ്ങൾ സൗണ്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്നറിയോ, നമുക്ക് ചിലപ്പം ദൈവം തരുന്ന ആ ഒരു കഴിവ് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാണ്ട് ചിലപ്പോ ഈ ഒരു ഷോയിലൂടെ ആയിരിക്കും അതൊക്കെ പുറത്തേക്ക് വരുന്നത്. രണ്ടുപേരും പാടി നോക്കിക്കേ. റീനു ആണെങ്കിൽ ഞങ്ങളെ പാട്ട് പാടി കൊല്ലാറുണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും റീനു മനസ്സിലാവാറില്ല. നീ പാട്ടും പാടാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് പറയോ? ഞാൻ അതായിട്ട് ഇന്നൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് ഇനി വിളിക്കാൻ പോകുന്ന ആള് പറയുന്ന പാട്ട് പാടുന്നു പറഞ്ഞിട്ട് ലോകത്തില്ലാത്ത പാട്ടുകളൊന്നും പറയരുത്, എനിക്കറിയാവുന്നത് പറയാം. എനിക്ക് വരവേൽപ്പില്
വെള്ളാരപ്പൂമല മേലയില്ലേ, അത് ഭയങ്കര ഇഷ്ടം. അതേതാ? പൊരിക്കുന്നുണ്ട്. ഓക്കെ, വേറെ പാട്ട് ഇഷ്ടാണോ? എനിക്ക് അപ്പോഴേ അത് പറയണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ പാട്ട് സുജി പാടി തരുന്നതായിരിക്കും, അടുത്ത പാട്ട് ഞാൻ പാടുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ ഒരുപാട് അങ്ങനെ പഴയതായിട്ട് പോകുന്നില്ല, നമ്മൾ ഏകദേശം മിഡിലേക്കുള്ള ഒരു പാട്ടുകളുണ്ടല്ലോ, നമുക്ക് എല്ലാരും പാടി നടക്കുന്ന പാട്ടുകൾ. കാരണം അതൊക്കെ ടഫാണ്, നമുക്ക് അത്രയ്ക്കൊക്കെ പാടാൻ കഴിവുള്ളവർക്ക് മാത്രമേ അതൊക്കെ പാടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പാട്ടാ സിമ്പിൾ ആയിട്ട് പറയാ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഗെയിമിലേക്ക് പോയാലോ? പാട്ടിന്റെ കാര്യം മറക്കാൻ കുറച്ചു നേരം. സിമ്പിൾ ആയിട്ട് റീനു തന്നെ ഒരു പാട്ട് പാടിക്കോളൂ. എന്തോ? ശരി ശരി. അതായിരിക്കും നല്ലത് ആരോഗ്യത്തിന്. അപ്പൊ എന്റെ അടുത്ത് ഒരാള് നിപ്പുണ്ട്, ആളെ ഇങ്ങനെ സ്റ്റാർട്ട് പറഞ്ഞ് കറക്കാം. സ്റ്റോപ്പ് പറയുമ്പോ ആള് നിക്കും. ഓക്കെ, അപ്പൊ പറയട്ടെ? ഓ പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഇന്ത്യന് നന്നായിട്ട് കറക്കാൻ അറിയാമോ നോക്കട്ടെ. കറങ്ങാനുണ്ട്. സ്റ്റോപ്പ്. ഓക്കെ, എന്നാലും ജിക്കയിലെത്തി. ജി കെയില ഇവിടെ നിക്കുന്നൊക്കെ ജി കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ജി കെയിലെ ക്വസ്റ്റിലേക്ക് പോവാട്ടോ. ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഏറ്റവും ഭാരമുള്ള കരൾ ഉള്ള ജന്തു? പന്നി, മുതല, ഡോൾഫിൻ? ഏതിന്റെ ലിവറിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്? പന്നിയാണോ, കൂടുതൽ liver weight ഉള്ള ജന്തു? മുതല, ഡോൾഫിൻ. അപ്പുറത്തുനിന്ന് ഹസ്ബൻഡ് ആണെന്ന് ഒന്ന് ചോദിക്കുന്നത്. വെയിറ്റോ? അതെന്താ സംഭവം? ഭാരം. എനിക്ക് ഭാ പറയുമ്പോ കിട്ടൂല. ഹലോ, എന്തോ പറഞ്ഞോ? ഡോൾഫിൻ ആണോ? ഡോൾഫിൻ ആണോ? നമുക്ക് നോക്കാം, ഡോൾഫിൻ ആണോ എന്ന്. അല്ല, അല്ല, പന്നിയായിരുന്നു. ഓ, ഞാൻ പക്ഷെ മുതലേനെ വിചാരിച്ചായിരുന്നു. ഞാൻ ഡോൾഫിൻ ആയിരുന്നല്ല. എന്താന്ന് ഹസ്ബൻഡ് സൈഡിൽ നിന്ന് എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നല്ലാതെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഞാൻ അപ്പഴേ പറഞ്ഞ പന്നിയാ, നീ പറഞ്ഞില്ല എന്നല്ലേ അവിടെ നിന്ന് പറയണേ? അങ്ങനെയല്ല, കുറച്ചുകൂടി ഡയലോഗ് മാറ്റിയാ പറഞ്ഞല്ലേ? എന്താ പറഞ്ഞ കേട്ടില്ല. അപ്പൊ ഓക്കെ, എന്തോ ചേട്ടനോട് വിളിക്കാൻ പറയട്ടോ. ഒരുപാട് അറിവൊക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോ ഗിഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ചേട്ടൻ പെട്ടെന്ന് പോയിട്ട് ഫോൺ എടുത്ത് കറക്റ്റ് ഞങ്ങളെ വിളിച്ചോളൂ, എന്നിട്ട് പറയണേ എന്തുവിന്റെ ഹസ്ബൻഡ് ആന്നേ. അപ്പൊ ഓക്കെ, വീണ്ടും വിളിക്കാം. നമ്മുടെ തിങ്കൾ മുതൽ ബുധൻ വരെ നമുക്ക് ഷോ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മള് വീണ്ടും വിളിക്കണം. ബൈ. അത് ഇന്ദു ആയിരുന്നല്ലേ? അത് ഇന്ദു ആയിരുന്നു. ഇന്ദു അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇടയ്ക്കുന്നോട്ട് എന്തൊക്കെ നമുക്കൊരു ബ്രേക്ക് പോകുന്ന ഒരു പാട്ട് പാടാതെ ഇങ്ങനെ പറഞ്ഞു. ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ പാട്ടൊക്കെ നോക്കിയിട്ട് പാടുതരും, കാരണം എനിക്ക് ഇവിടെ ഒരാൾക്കിട്ട് കുറച്ച് കൊടുക്കാനുണ്ട്. എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് ക്ഷീണമായിട്ട് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓടി വരാം. Welcome back to 3-in-1 in association with Time Express Cargo. Gift sponsored by Green Olive Saloon, Dubai Crocodile Park, Calicut Junction Restaurant and special gift hamper from Uchala. ഈ ഒരു ആക്ഷൻ ആണ് എനിക്ക് ഈ പ്രശ്നം വിട്ടുപോയത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. അതെ, ഹലോ 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 ഹലോ, ഞാൻ പ്രേമാണ്. പ്രേം, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഷാർജയിൽ നിന്നാണ്. ഷാർജയിൽ. ഇപ്പൊ വിളിച്ച ഇന്ദുന്റെ ഹസ്ബൻഡ് ആണോ? ആണെന്ന് പറയണോ ആണെന്ന് വേണ്ടെന്ന് പറയണോ? ഇഷ്ടമല്ല ഞങ്ങൾക്ക്, കള്ളത്തരം ഇഷ്ടമല്ല. ഉള്ള സത്യങ്ങൾ മാത്രം വിളിച്ചു പറയൂ, സത്യം പറയൂ, ആരാണ്? അതെ അതെ, ആണെന്ന് പറയാം. ആണെന്ന് തന്നെ പറയണം. അപ്പൊ ആണെന്ന് തന്നെ പറഞ്ഞു. ഞാൻ അപ്പൊ ഒരു ഇൻട്രോ തരട്ടെ? ഒരു ഇൻട്രോ തരട്ടെ? ഷാർജയിൽ നിന്നും പ്രേമത്തോടെ നമ്മുടെ ഇന്ദുവിന് മാത്രം പ്രേമേട്ടൻ അല്ലേ? അതെ അതെ. ഇഷ്ടപ്പെട്ടോ? പ്രേം ചേട്ടൻ. അടിപൊളി. ഫുൾ നെയിം എന്താണ്? പ്രേം പ്രകാശ്? പ്രേം പ്രേംചന്ദ്. പ്രേംചന്ദ്. ഓ, മറ്റേ നമ്മുടെ എന്താ പറയണേ ഇപ്പത്തെ എന്താടി പറയണേ, ന്യൂ ജനറേഷൻ. പണ്ടൊക്കെ പ്രേംകുമാർ അതൊക്കെ പഴയ ന്യൂ ജനറേഷൻ. പഴയ ഒരു മോഡിഫിക്കേഷൻ നടത്തിയതാണല്ലേ പ്രേംചന്ദ്. അതെനിക്ക് കണ്ട, അതാണ് ഇന്നത്തെ ഒരു യങ് ജനറേഷനിൽ നിൽക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. നമുക്ക് പ്രേമത്തോടെ ഒരു പാട്ടങ്ങ് പാടിയല്ലേ പ്രേംചന്ദ് ഏട്ടാ? പാട്ടൊക്കെ എന്ത് അങ്ങനെ പറയല്ലേ, എന്തോ ഇതായി പോയി. അതെ, എന്തൊരു ആദ്യമായിട്ട് വിളിച്ചില്ല ആ ഒരു ടെൻഷൻ. പക്ഷെ പ്രേം ചേട്ടനല്ലേ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റും. അതെ, അപ്പുറത്തൊന്ന് ഡയലോഗ് ഇട്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാണ് ഞങ്ങൾ പിടിച്ചിരിക്കും, ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അല്ലല്ല, പാട്ടില്ല, അതുകൊണ്ടാ. പാട്ട് അറിഞ്ഞൂടാ. പാട്ട് അറിഞ്ഞൂടെ? ഇഷ്ടംപോലെ പാട്ട് പറഞ്ഞുതരാം, പാടിക്കോ. ആ പാട്ട് അറിയത്തില്ലേ? പറഞ്ഞുതരാം.
പാട്ട് പാടാൻ അറിഞ്ഞൂടാന്നോ? അങ്ങനെ പറയാം. ഞങ്ങൾ നമ്മളിതൊക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ചായിരുന്നു. trial ആണല്ലേ? അതെ, ഇത് നമ്മുടെ സുജിയൊക്കെ എത്ര പാട്ട് വഴി അപ്ലോഡ് ചെയ്യുന്നറിയോ? സമ്മതിക്കണം. അപ്പൊ എനിക്കൊന്ന് നേരത്തെ ഇന്ദുവിന് കൊടുത്ത ഓഫർ ഇപ്പൊ പ്രേമിന് കൊടുക്കാം അല്ലേ? എന്ന് പറഞ്ഞ പറയും. പ്രേമിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുമോ? നമുക്ക് റീനു പാടിത്തരും. ഒരു 90s എന്നെ കണ്ടിട്ട് എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ മനസ്സിലായി കാണൂല. അത് പറഞ്ഞോ. ലോല ഹൃദയാണ്. ലോല ഹൃദയം. ലോലമായിട്ടുള്ള ഏതെങ്കിലും പാട്ട് കൊടുത്തു. പഴയതാ പുതിയതാ? ഒരു 90s 90-2000 ബാക്കി പാട്ടുകൾ ഏതാണ്? മനസ്സിൽ മടിയിലെ മാൻ. ആ അത് ഈസിയാണ്. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്, അതെനിക്കറിയാം നന്നായിട്ട്. അല്ല, അത് നമുക്ക് കോള് വെച്ചിട്ട് കോള് കഴിഞ്ഞിട്ട് പാടും. ഇപ്പൊ പാടണം. ഇല്ല, പ്രേമിന് അപ്പൊ കേൾക്കാൻ പറ്റില്ല. പ്രേം കോള് വെച്ച ഉടനെ കട്ട് ചെയ്ത് പോവും. എനിക്കവിടെ ശത്രുക്കൾ പെരുകുന്നു. എന്താ പറയാ, ലൈവില് പാടുമ്പോ ഇതായി പോയാലും പിന്നെ എന്നെ ഒന്നും പറയില്ല കേട്ടോ. മറ്റേ കരോക്കെ ഒന്നും ഇല്ലാതെ റീനു ഇപ്പൊ ഞാൻ എടുത്തൊന്ന് പെട്ടെന്ന് പാടുവാണേ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കൂറുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ ഉറങ്ങൂ, നീ ഉറങ്ങൂ. അത് മതി. നല്ല പാട്ട്, നല്ല പാട്ടാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, ഞാൻ മുഴുവനായിട്ട് പാടിയാണ് കേട്ടോ. ശരിക്കും ഈ ഫിലിമും ഭയങ്കര അടിപൊളിയല്ലായിരുന്നു? നല്ല പാട്ട്, ഭയങ്കര ഒരു ഡിഫറെന്റ് ഇതും. അതിന്റെ അകത്ത് എല്ലാ പാട്ടുകളും ഭയങ്കര സൂപ്പർ ആയിരുന്നു. ആ സമയത്ത് ഏറ്റവും നല്ല സിനിമയായിരുന്നു. ഓ ശരിക്കും. മറ്റേ അല്ലാതെ വോയിസ് ഉണ്ടല്ലോ, മാനത്തെ വെള്ളിത്തേരിൽ പാടുമ്പോഴുള്ള ആ ഒരു ഡിഫറെന്റ് വോയിസ് എല്ലാം ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു അതെല്ലാം. നീ ഒന്നും അറിയില്ലെന്ന് ഭാവിക്കായിരുന്നു അല്ലേ? ഇവിടെ ആയിരുന്നു മ്യൂസിക്കൽ ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വന്നപ്പോൾ ഇവിടുന്ന് പപ്പ പഠിക്കും. ഇപ്പൊ എന്തുമാത്രം കാര്യങ്ങൾ എനിക്ക് പോലും അറിയത്തില്ല. ഭയങ്കര വിനയം അഭിനയിക്കുമായിരുന്നു. പിന്നല്ലോ. പ്രേം എന്താ ചെയ്യുന്നേ? പ്രേമിന്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലോ. ഞാൻ സെയിൽസിലാണ്. സെയിൽസിലാണ്. ഷാർജ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ഇല്ല, ഷാർജ, ദുബായ് എല്ലാം ഉണ്ട്. ഷാർജ, ദുബായ് ഇങ്ങനെ പറന്ന് നടക്കാണല്ലേ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം വിളിക്കാൻ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് വിളിച്ചു. നല്ലൊരു ഫ്രണ്ട്ലി ടോക്കാണ്, ഒരു വേ ഓഫ് ടോക്കിങ്. ഇനി അങ്ങോട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം 7:30 to 8:30 നമ്മളെ വിളിച്ചിരിക്കണം. അതാണ് അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. ഞങ്ങൾക്ക് ഇഷ്ടമായി. അതെ, ഞങ്ങളെ ഇഷ്ടമായി. അതാണ്, ഞങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് ഇഷ്ടപ്പെടും എല്ലാവർക്കും കേട്ടോ. പ്രേമിനെ പറയാവോ നമ്മുടെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ? ഗെയിമിന്റെ കാര്യം അറിയാം. അറിയാം. ഓക്കെ. അപ്പൊ എന്തായാലും കളിക്കാൻ താല്പര്യമില്ലേ? പിന്നെ നമ്മള് സമ്മാനമായിട്ട് തരുന്ന എന്താണെന്നറിയാമോ? ഇല്ല, അറിയത്തില്ല. ആണ് അറിയേണ്ടത്. നമ്മള് 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഇപ്പം ഒരു വിന്നറെ ഉള്ളെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറന്റ് അറിയില്ലേ, നമ്മുടെ കിസൈസിലും ഇപ്പൊ ഷാർജയിലും ഉണ്ട്, അവരുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറോ അല്ലെങ്കിൽ ഗ്രീൻ ഒലീസ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് 3 കിട്ടിയാലും അടിപൊളിയാണ്. കാരണം ക്രോക്കഡൈൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെർത്താണ് കുട്ടികളെയും കൊണ്ടൊക്കെ പോകാനായിട്ട്. ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു അഡൽട്ട് പാസ് ആയിരിക്കും, കപ്പിൾ പാസ് ആയിരിക്കും തരുന്നത്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ കാലിക്കറ്റ് ജംഗ്ഷന്റെ സൂപ്പർ ഫുഡാണ് അവിടുത്തത്, അതും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഞങ്ങൾ തരുന്നുണ്ട്. അപ്പൊ വേഗം നമുക്ക് കളി പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. അടുത്ത് നിൽക്കുന്ന ആള് നല്ല പ്രീതിപ്പെടുത്തിയൊരു സ്റ്റാർട്ട് പറയും. സ്റ്റാർട്ട്. പ്രീതിപ്പെട്ടില്ലെന്ന് തോന്നുന്നു, കറങ്ങുന്ന കുറവാ. ഓക്കെ, ഇനി സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ജി കെ. അപ്പൊ ജി കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റെഡിയാണോ? കുറച്ചും കൂടെ എനർജി. ആർ യു റെഡി? ചോദിച്ചു. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യ പശു? പ്രോമിത്യ, വിക്ടോറിയ, ഡോളി? ചോദിക്കേണ്ട താമസം. പക്ഷെ ഡോളി പശു അല്ല, വിക്ടോറിയ പശുവായിരുന്നു. ഡോളി ആടായിരുന്നു. ഓർമ്മയുണ്ടോ? ചെമ്മരിയാട്. നമ്മൾ ചോദിച്ചത് പശുവാണ്. ഇപ്പൊ ഞാൻ നമ്മള് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നമ്മൾ അവിടെ ഇവിടെ ഇട്ടിങ്ങനെ കറക്കും. അല്ല, എന്താ പറയാ, അപ്പഴത്തേക്ക് ഒരു ഓപ്ഷൻ കളഞ്ഞു, നമ്മള് ഡോളിനെ കളഞ്ഞില്ലേ? പക്ഷെ ഇപ്പൊ കിട്ടിയില്ലേ പശു? അതായത് ഡോളി ആടായിരുന്നു, വിക്ടോറിയ ആണ് പശു. നല്ല പേരല്ല ആടിന് പശുനൊക്കെ. എനിക്കൊന്നും. എന്തായാലും ഞങ്ങൾ അന്തസ്സായിട്ട് പൊരുതി ജയിച്ചതിന്, പൊരുതി തോറ്റതിനു കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വിളിക്കുക. ഈ ഒരു പോരാട്ടം നമുക്ക് വീണ്ടും തുടരാവുന്നതാണ്. ഈ ഒരു പോരാട്ടം ഞങ്ങൾ മറക്കില്ല. അതെ, പ്രേംചന്ദ് ആൻഡ് ഇന്ദു, താങ്ക്സ് ഫോർ കോളിംഗ്.
അപ്പൊ എന്തായാലും ഈ ഒരു കോളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പേരും. നമ്മളെ ആക്ച്വലി പുതിയ ആൾക്കാരെ വിളിക്കുമ്പോഴും നമുക്ക് അതാണ്, നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കും ഭയങ്കര സന്തോഷം. പുതിയ ആൾക്കാരോട് സംസാരിക്കുന്നതും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുന്നതും എല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള. നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഞങ്ങളെ ഇവിടെ വീട് വരാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ കണ്ടില്ല നമ്മുടെ സുജിക്ക് 2 മടി പിടിച്ചിരിക്കുകയായിരുന്നു, റിനുവിനെ എന്നെ വിളിച്ചോണ്ടാണ്. മൊത്തം പാരയാണല്ലോ. ഞാൻ ഇന്ന് ഇവിടെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന, കുഴപ്പമില്ല ഇനി മേലെ പറയില്ല, അങ്ങനെ തന്നെ നിന്നാ മതി. പിന്നെ നമ്മുടെ ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ ക്രോക്കഡൈൽ പാർക്ക് പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ഫിലിം കണ്ടു. റീസെന്റ് ഇറങ്ങിയ ഒരു ഫിലിമാണ് ഗർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കുഞ്ചാക്കോന്റെയും സുരാജിന്റെയും സിംഹത്തിനടുത്ത് നിന്നിട്ടുള്ള. അത് ശരിക്കും പറഞ്ഞ ഒരു റിയൽ സംഭവമായിരുന്നു, ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഒരാള് സിംഹത്തിന്റെ ഇതിൽ ചാടിയത് അന്ന് ട്രാൻഡ് സൂല് വെച്ചിട്ട്, പക്ഷെ അയാളെ പെട്ടെന്ന് തന്നെ പിടിച്ചു. ഇത് ആ ഒരു 2 hours സംതിങ് ഉണ്ട്. ആ ഒരു 2 hours ഇതിനെ ഭയങ്കര ഒരു കോമഡി ആക്കാൻ ശ്രമിച്ച ഒരു ഫിലിമാണത്. പക്ഷെ അത്രയ്ക്കൊരു ഇത് വന്നില്ല. അവിടെ കോമഡി ആക്കാൻ ശ്രമിച്ചു, പിന്നെ അതിന്റെ ക്ലൈമാക്സ് എന്തൊക്കെയോ ആക്കാൻ ശ്രമിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല അത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ത്രെഡിൽ നിന്ന് അത്ര എക്സ്പാൻഡ് ചെയ്ത് അവർ കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ അതാണ് ചെറിയൊരു ലാസ്റ്റ് ഒരു പാളിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കാണും. എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ആണ്. അപ്പൊ ഇനിയും ഒരുപാട് കോമഡി സിനിമകളും ആള് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കുഞ്ചാക്കോ ബോബൻ അത്രയ്ക്ക് വലിയ ഇതായിട്ടൊന്നും കാഴ്ചവെക്കുന്നുമില്ല. എനിക്ക് തന്നെ ഒരു ചെറിയ ഫാൻസ് കാണണ്ട കേട്ടോ. ഞാൻ അത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതാ ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ. അല്ല, അത് ഓരോരോ സ്റ്റോറി അനുസരിച്ചിരിക്കുമല്ലോ. അവര് ചെയ്തു വെച്ച ഒരു ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ, അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഈദിന്റെ സമയത്ത് എനിക്ക് നമ്മുടെ ഷാർജ സെൻട്രൽ മാളില് ഒരു ഇതുണ്ടായിരുന്നല്ലോ, എനിക്ക് നമ്മുടെ പോകാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് പോയിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി. പോകുമ്പോ എന്താ അറിയോ, അവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉള്ളൂ, അവിടെ കുറെ ആനിമൽസിനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇതാണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നും. അപ്പൊ അവിടെ ചെല്ലുമ്പം അവിടെ മറ്റേ പെരുമ്പാമ്പുണ്ട്. ഒരാള് പെരുമ്പാമ്പിനെ കൊണ്ട് നിൽക്കാണ്. അടുത്ത് ചെന്ന് ആളുടെ കഴുത്തിലേക്ക് ഇടും. അപ്പൊ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയി നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് വേഗം നമ്മുടെ കഴുത്തിലേക്ക് ഇട്ടുതരും. ഫോട്ടോയ്ക്ക് ശേഷം സുജിയുടെ ബോധം പോയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മാലയൊക്കെ ഇട്ടിട്ട് ഞാനത് കണ്ടിട്ട് സത്യമായിട്ട് ഓർത്തു. എനിക്ക് പേടിയുള്ള സംഭവം പറഞ്ഞ ഇതിനൊക്കെ എങ്ങനെയാണ് തൊട്ടിട്ടുള്ളൊരു ആരെ വേണമെങ്കിലും അത് ചെറിയ കുട്ടികളെ പോലും ആള് പോയിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കും. പക്ഷെ തൊട്ട ഭയങ്കര സോഫ്റ്റ് ആണ്, വെൽവെറ്റ് പോലാണ് സംഭവം. എടുത്തിട്ട് വീട്ടിൽ പോകുമ്പോഴായിരുന്നു വെൽവെറ്റ് ആയിരുന്നെങ്കിൽ. ഞാൻ എപ്പോഴും വിചാരിച്ചു പാമ്പിനെ തൊടുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം നോർമലി വരുമ്പോൾ നമ്മൾ അങ്ങനെ തൊടത്തില്ല. ഭയങ്കര പേടിയുള്ള സാധനമാണ് പാമ്പ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു അവസരം കിട്ടുക. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മുതല കുഞ്ഞുങ്ങളെ എടുത്ത് ആറാടിയതുപോലെ തന്നെ പാമ്പിനെ എടുത്ത് കഴുത്തലിട്ട് മാലയൊക്കെ പോലെ. ഞാൻ സത്യമായിട്ട് പുതിയ മാലയൊക്കെ മേടിച്ചു, പുതിയ ഫാഷൻ ഒക്കെ വിചാരിച്ച് നോക്കുമ്പോൾ പാമ്പാണ്. പറഞ്ഞിട്ട് കാര്യം സീരിയസ്ലി നമുക്ക് അന്നാണ് മുതലേനെ ഇതുപോലെ തൊടാനും, അപ്പോഴാണ് അതും ഭയങ്കര സോഫ്റ്റ് ആണെന്ന് അറിയുന്നത്. സെയിം അതേപോലെ തന്നെ ഇതും. വേറെ എന്തിനാ തൊട്ടെ? മോതലേനെ തൊട്ട പോലെ അവിടെ അതുപോലെ മറ്റേ നമ്മുടെ ഇഗ്വാന ഇതൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ കിടക്കുന്ന. പക്ഷെ ഇതൊക്കെ രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് ഈദിന്റെ സമയത്തുള്ള ഒരു മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്ന് കുറച്ച് ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ അവരുണ്ടല്ലോ നമ്മുടെ സ്കൂൾസിലൊക്കെ പോകുന്നുണ്ട്. സ്കൂളിലൊക്കെ പോയിട്ടും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് അത് അറിഞ്ഞിരിക്കണമല്ലോ. ഇവിടെ അങ്ങനെ കാണുന്നുമില്ല, അറിയുന്നുമില്ല. അപ്പൊ അവര് കണ്ടിരിക്കുമ്പോ അവർക്കൊരു കൗതുകം, ഇതിനെയൊക്കെ തൊടാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അവരിങ്ങനെ സ്കൂളിലും ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. നമുക്ക് അതുപോലെ നമ്മുടെ ഗിഫ്റ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറന്റ് അപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം 14, 15 നമ്മുടെ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുജി പോയി, എന്നെ വിളിച്ചില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ. എന്നോട് പറഞ്ഞു നല്ല ബിരിയാണി ആയിരുന്നു റിനു, എന്തോ ഞാൻ നിന്നെ വിളിക്കണം തോന്നി. പിന്നെ ബിരിയാണിയുടെ കാര്യം കേട്ടപ്പോൾ ഞാൻ അങ്ങ് പോയതാന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ തമാശയാണ്. പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർജയിലും നമ്മുടെ കിസൈസിലും, ദുബായ് കിസൈസിലാണ് നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ എല്ലാത്തരം ബിരിയാണീസ്. ഇപ്പം നിങ്ങൾ ബിരിയാണി ഫെസ്റ്റിന് പോയവർക്ക് അറിയാം അല്ലേ, അതേപോലെ തന്നെ അവിടുത്തെ ബിരിയാണീസ് സൂപ്പറാണ്. എല്ലാത്തരം ഫുഡും. പക്ഷേ ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യലാണ്. കല്യാണ ബിരിയാണി അതൊക്കെ ചോദിച്ചിട്ട് നോർമലി ഞാനൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട് പല റെസ്റ്റോറൻറ്റ്. കല്യാണ ബിരിയാണി അതെ, ഇതൊക്കെ നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഷാർജയിലെ ഇതിന്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മുടെ അൻസാർ മാളിന്റെ അടുത്തായിട്ടാണ് കാലിക്കറ്റ് ജംഗ്ഷന്റെ ഇത് തുടങ്ങിയിരിക്കുന്നത് ഷാർജയില്. സത്യം പറഞ്ഞാൽ അവർ നമ്മുടെയൊക്കെ മനസ്സറിഞ്ഞിട്ടാണ്. അത് ഷാർജയിലുള്ളവരും വിഷമിക്കേണ്ട, ദുബായിലുള്ളവരും വിഷമിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ 2 സ്ഥലത്തുള്ളവർക്ക് നിങ്ങൾക്ക് കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ദുബായിലുള്ളവർക്ക് ഷാർജയിലും പോകും. അതെ, സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്നതാണ്. അതാ കുഴപ്പമില്ല.
അതുപോലെ പിന്നെ എന്തായിരുന്നു വിശേഷം? പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞാൽ എനിക്കൊന്നും ആരും അങ്ങനെ പുറത്തിറങ്ങാൻ കുറച്ച് മടിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഭയങ്കര ചൂടാ സത്യം, സീരിയസ്ലി. കഴിഞ്ഞ ദിവസം ഒരു 49 ഡിഗ്രി ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു ചൂടായിരുന്നു. അപ്പൊ കഴിവതും പുറത്തിറങ്ങാതിരിക്കുക, ബിക്കോസ് ഹീറ്റ് സ്ട്രോക്കും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു ന്യൂസ് ഇപ്പൊ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ക്രിക്കറ്റർ, ആള് അത്യാവശ്യം നല്ല ഫിറ്റ് ആണ്, നല്ല ഇതായിട്ടുള്ള ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ക്രിക്കറ്റ് യൂഷ്വലി കളിക്കാറുള്ള ഒരാളാണ്. ആളിതുപോലെ കളിച്ചുകൊണ്ട് നിർത്തിക്ക് പെട്ടെന്ന് ഇതുപോലെ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ അത് ഹീറ്റ് സ്ട്രോക്ക് ആണോ എന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. കാരണം ഇത്രയും വെയിലത്ത് നമ്മൾ ഇറങ്ങി എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതൊന്നും അല്ല നമ്മുടെ ബോഡി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാരണം പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവില്ലേ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താലും പറ്റില്ല. ഞാൻ ഇടയ്ക്ക് തമാശകൾ കേട്ട് അറിയാൻ ചിരിച്ചത് കാര്യം ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ എന്തിന്റെ കാര്യമായിരുന്നു പറഞ്ഞു നിർത്തി? നമ്മുടെ സലൂണിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ഗിഫ്റ്റ്, പിന്നെ നമ്മുടെ ഉജാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരൊറ്റ പ്രോഡക്ട്സേ ഉള്ളൂ എന്ന് ഞാൻ എന്നും പറയുന്ന കാര്യം. എനിക്കത് ഒറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എപ്പോഴും പറയും കേട്ടോ. ഒറ്റ പ്രോഡക്റ്റേ ഉള്ളതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും, പക്ഷേ ഉജാലയുടെ മെനി പ്രോഡക്ട്സ് ഉണ്ട്. അതാണ് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുള്ളത്, നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423822491. കാരണം ഇന്ന് നിങ്ങളിങ്ങനെ വിളിക്കാത്തതിന്റെ ഒരു ചെറിയ പിന്നെന്താ പറയുക, ഇപ്പൊ ഈ ഒരു വീക്കും കൂടെ ഉള്ളൂ സ്കൂൾസും ഒക്കെ. ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നാട്ടിൽ പോകുന്നവരുണ്ട്, ഇഷ്ടംപോലെ നാട്ടിൽ പോയവരുണ്ടല്ലോ, പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്നവരുണ്ട്. കാരണം ഇപ്പം സ്കൂള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് മുന്നേ തന്നെ പോകുന്നവരുണ്ട്. ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് പോയേക്കും എല്ലാവരും. പിന്നെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് തിരിച്ചെത്തിയാൽ മതിയല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 months വെക്കേഷൻ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പം എന്താ പറയാ, കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും നാട്ടിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഒന്ന് വെക്കേഷന് പോയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, കാരണം നമുക്ക് പറയാം, നമുക്ക് കുറെ നമ്മൾ തുടർച്ചയായിട്ട് വിളിക്കുന്ന നമ്മുടെ കോളേജ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുക, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി വിളിക്കുന്നവരുണ്ട്. അപ്പം ഇതിപ്പോ ഈ ഒരു ഇത്രയും ദിവസത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമുക്കൊന്നും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമ്മൾ തിങ്കൾ മുതൽ ബുധൻ വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും നമുക്ക് എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹം കൂടുതൽ നമ്മൾ ഇനി ചിലപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ചിലപ്പം വന്നിരിക്കും. കാരണം നമ്മൾ പണ്ട് ഇങ്ങനെ വന്നിരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെ നമ്മളിന്ന് അന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ബിക്കോസ് ഇങ്ങനെ എന്റെ 2 years ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു Monday to Friday നമുക്ക് ഉണ്ടായിരുന്നു. അതും നമ്മൾ പല ടൈമിങ്ങും ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും. പക്ഷെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനൊക്കെ ഷാർജയിൽ നിന്നാണ് വരുന്നത്, നമുക്ക് ഷാർജയിൽ നിന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഡേ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. കാരണം പറയില്ലേ, കണ്ണുള്ളപ്പോൾ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ പോലെ സത്യം, സീരിയസ്ലി നമുക്ക് നമ്മുടെ ഷോയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കും. കാരണം നിങ്ങളോട് വന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ചളിയടിച്ച് പുതിയ ഫിലിം ഒന്നും കണ്ടില്ല? ഞാൻ പുതിയ ഫിലിം ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂരമ്പല നടയിൽ കണ്ടു, പിന്നെ ടർബോ കണ്ടു, 2 പ്രാവശ്യം കണ്ടു. ഒരു പ്രാവശ്യം ഒന്നുമില്ല, എനിക്ക് ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് ജോസേട്ടനെ കാണാനുള്ള പൂതി കണ്ട് വീണ്ടും പോയി കണ്ടു. പക്ഷെ നമ്മുടെ മമ്മൂക്ക ഇവിടെ ഇതിന്റെ ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഒമാനിലായിരുന്നു. അറബിക്കിലേക്ക് ഇതായില്ലേ, അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. വീണ്ടും ഷാർജ സെന്ററിൽ വന്നിരുന്നത്. അപ്പൊ ഞാൻ ഇത് കണ്ടത് അറബിക്കിലെ ജസ്റ്റ് ഡബിങ് ചേഞ്ച് ചെയ്തു. ഇന്നലെ എനിക്ക് അറിയാവുന്ന ഒരു പാകിസ്ഥാനിയാണ്. അപ്പൊ ആളോട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു, ടർബോ മൂവി കണ്ടിരുന്നു. അപ്പൊ പാകിസ്ഥാനിയാ ആള്, വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഫിലിപ്പിന് പെണ്ണിനെ കേട്ടോ. അപ്പം പെണ്ണു എന്നോട് പറയാണ് കണ്ടിരുന്നു. അപ്പൊ ഞാൻ അപ്പം പെട്ടെന്ന് ഞാൻ നമ്മുടെ ടർബോ ആണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ ഞാൻ ടർബോ മമ്മൂക്കനെ അറിയില്ല മലയാളിയായിട്ട്. അവര് പറയാം അപ്പൊ ടർബോ മൂവി അവര് കണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു മലയാളത്തിലാണോ കണ്ടത്? അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു കേട്ടോ, വേറെ ഇനി ഇതിലായിട്ട് വന്നു. പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പൊ പറഞ്ഞല്ല ഞങ്ങൾ മലയാളത്തിലാണ് കണ്ടത്, പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ മലയാളി സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് പോയി കണ്ടതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചം. കാരണം പാകിസ്ഥാനി പ്ലസ് ഫിലിപ്പീനാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അത്ര രോമാഞ്ചത്തോടെ ആയിരുന്നു പറയുന്നത്, മമ്മൂക്കയുടെ കണ്ടില്ലേ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും അതേപോലെ ഹിറ്റ് ആയതാണ് ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ്. അങ്ങനെ കുറച്ച് ഫിലിംസ് ഉണ്ട് എല്ലാ ഏരിയയിലും സ്പ്രെഡ് ആയിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ രാജ്യക്കാരും എല്ലാ ഭാഷക്കാരും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവണം. മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റ് ആയല്ലോ. ഹിറ്റായിരുന്നു ബിക്കോസ് അവിടെയാണ് ഷൂട്ട് ചെയ്തെന്നുള്ളതിന്റെ മാത്രമല്ല, അങ്ങനെ ഒരു ഇൻസിഡന്റ് അവർക്കും നല്ല ഫെമിലിയർ ആയിരുന്നു. ഗുണ കേവ് അവർക്ക് ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആവേശം എനിക്കറിയില്ല. ആവേശം ഒരു നോൺ സ്റ്റോപ്പ് എന്റർടൈനർ എന്ന് തന്നെ പറയാം. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു ഇതാണ്. അതെ അതെ, അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് ആളൊരു മൂവിയിലേക്കാണ് ശരിക്കും ഫഹദ് ഫാസിൽ പോയത്. ഫഹദ് ഫാസിൽ ഏതൊരു മൂവി നോക്കിയാലും അത് പറയാൻ വന്നപ്പോഴും ഞാൻ വെച്ചാൽ
ഫഹദ് ഫാസിലിന്റെ ഇന്നലെ ഞാൻ ഒരു മൂവി കണ്ടു, ഇരുൾ എന്നും പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മുടെ ഫഹദ് ഫാസിലും സൗബിനും ദർശന കുട്ടിയില്ലേ, ഇവര് മൂന്നുപേരും മാത്രമാണ് ഉള്ളത്. എന്നിട്ട് ഒരു വീടിന്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവം. അതിന്റെ അകത്തൊരു സീരിയൽ കില്ലർ ഉണ്ട്, അയാളെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതിന്റെ കുറച്ച് ഇത്. പക്ഷെ ഒരു 1.5 hours ഉള്ളൂ, എന്നാലും കൊള്ളാം. അധികം അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. വേറെ പ്രത്യേകിച്ച് ആരുമില്ല, ഇതിലോട്ട് വരുന്നതായിട്ട് ആരുമില്ല. കഥ ഫുൾ കൊണ്ടുപോകുന്നത് ഇവര് മൂന്നുപേരും മാത്രമാണ്. അത് ഒരു വീട്ടില് ഒരു പോലീസുകാരനായിട്ടുള്ള അതല്ല സൗബിൻ പോലീസുകാരൻ അല്ല. അങ്ങനെ ഒരു നൈറ്റിലെ കാര്യമാണ്. പക്ഷെ അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിഫറെന്റ് മൂവിയാണ്. എനിക്കൊന്നും ഇതൊന്നും പക്ഷെ പുറത്തേക്ക് അധികം വന്നിട്ടില്ല. അമല പോളിന്റെ ഒപ്പം ഒരു സിനിമ അഭിനയിച്ചിട്ടില്ലേ, ഒരു പൊളിറ്റീഷ്യനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ പ്രണയത. ശരിക്കും ഫഹദ് ഫാസിലിന്റെ ഓരോ മൂവീസ് എടുത്ത് നോക്കിയാലും അതൊക്കെ ഈ മനുഷ്യൻ തന്നെയാണോ അത് ചെയ്തേക്കണേന്ന് തോന്നിപ്പോകുന്നു. നമ്മുടെ ഷമ്മി അല്ലെങ്കിൽ ഞാൻ പ്രകാശനത്തൊരു, അതായത് ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി ഒരു നേഴ്സ് പെങ്കൊച്ചിനെ ഇങ്ങനെ പ്രണയം നടിച്ചില്ലെങ്കിൽ അങ്ങനെ, അത് ശരിക്കും നമ്മൾ ജീവിതത്തിൽ കണ്ട് നമുക്ക് പരിചയമുള്ള ഓരോ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ. നമ്മുടെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ സിനിമകൾ കാണുമ്പോൾ എന്താ പറയുക, നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് സാമ്യമുള്ളവരാ തോന്നുന്നു. എന്ത് പറഞ്ഞവരാണ് ശരിക്കും ആള് ഫാഫ എന്ന് വിളിക്കുന്ന ഫഹദ് ഫാസിലിനെ. ഇതിലെന്താ അറിയോ, പെട്ടെന്ന് സ്വിച്ച് ചെയ്യും ആളുടെ ക്യാരക്ടർ. എന്ന് വെച്ചാല് ആള് ആദ്യം കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നും, ഒരു ഹൗസ് ഓണർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് അത് മാറിയിട്ട് ആള് ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കള്ളനായിട്ട് മാറുന്നു. പിന്നെ അതിൽ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഭയങ്കര സൂപ്പറാണ് അതെല്ലാം. അങ്ങനെ സത്യമായിട്ടും ഞാനിങ്ങനെ ശരിക്കും ചിന്തിക്കുന്ന കാര്യമാണ്, ഈ സിനിമ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ എന്തായിരുന്നു അല്ലെ എന്റർടൈൻമെന്റ്. ശരിക്കും ആ ഒരു ലോകം അല്ലെങ്കിൽ ആ ഒരു ജീവിതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമുക്കൊരു കോളം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ഹലോ 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 ഗുഡ് ഈവനിങ്. ഹലോ ഇതാരാണ്? ഹലോ ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഹലോ ഹലോ പറയൂ, ഇതാരാണ്? ടിവിയുടെ വോളിയം കുറയ്ക്കൂ, മ്യൂട്ട് ചെയ്തു. ടിവിയുടെ വോളിയം നന്നായിട്ട് കുറച്ച് വെക്കൂ. ഹലോ ഇതെന്താ? ഹലോ ഹലോ മതി, ഹലോ മതി. പറയൂ അടുത്തത്. ഞാൻ ഷാർജയെന്നാണ്. ആരെ വിളിക്കുന്നേ? ശാന്ത ചേച്ചി. നമ്മളെ വിളിച്ചിട്ടുണ്ടോ ശാന്ത ചേച്ചി? മനസ്സിലായില്ല. ആരോട് ചോദിക്കണ്ടേ? ഞങ്ങളോട് കണ്ടാരോ? അയ്യോ ഇല്ല. അത് ശരി, ഇത്ര വേഗം മറന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മോനൊക്കെ ഉള്ള അത് തന്നെ മോന്റെ അമ്മ. ഒരു അത് തന്നെ. ഓക്കെ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായില്ല നമ്മള് സംസാരിച്ചിട്ട്. മോളെ ഇപ്പൊ വിളിച്ചിട്ട്. മോൻ സുഖമായിട്ടിരിക്കുന്നോ? മോൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. അതാണ് പെട്ടെന്ന് ഓർമ്മയുണ്ടോ? പേര് ഓർക്കുന്നില്ല, പക്ഷെ ആന്റിനെ ഇപ്പൊ നല്ലതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ അറിയാതെ മനസ്സിൽ ആക്ച്വലി സ്ട്രൈക്ക് ഔട്ട് ആയതാ കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിട്ടല്ല, പക്ഷെ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് കത്തി. സുഖമായിട്ടിരിക്കുന്നു. അവിടെ മോളെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, നോക്കിട്ട് കാണുന്നില്ലായിരുന്നല്ലോ. നമ്മുടെ സമയം മാറ്റിയായിരുന്നു, എനിക്ക് തോന്നുന്നു പണ്ടായിരുന്നു. നമ്മള് 7:30 to 8:30 ആക്കി ഇപ്പൊ. ആന്റി വിളിക്കുന്ന സമയത്ത് 9:30-ക്കല്ലായിരുന്നോ? അതെ 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 അതെ, അതാണ്. അങ്ങനെയാണ് നമ്മളെ പണ്ടൊരു ടീച്ചറും ഒക്കെ വിളിച്ചത്. മറ്റേ ആ പാട്ടിന്റെ ഇത് ഇല്ലായിരുന്നോ? നിതം അവരുടേതാണോ? ഹിറ്റ് മെലഡി ഡ്രീംസ് ആണ് പറയുന്നത്. അല്ല, നമ്മുടെ ഷോയുടെ കാര്യം. ഏത് പാട്ടിന്റെ ഏത് ഷോ ആയിരുന്നു? മറ്റേ മോന്റെ പേര് ഞാൻ മറന്നുപോയി. അഭിചേട്ടന്റെ ആണോ? അതെ അതെ അതെ, അഭിചേട്ടനെ. അപ്പൊ അത് കൊറേ ആയി, ഇപ്പൊ ആ ഷോ തീർന്നല്ലോ. ആണോ? ഓ അത് ശരി. ആ ഒരു സമയത്തൊക്കെയാണ് ഏകദേശം വിളിച്ചത്. വിളിച്ചിട്ട് കൊറേ നാളായി തോന്നുന്നല്ലേ? ഞാൻ കുറച്ച് നാളിങ്ങനെ നാട്ടിൽ വന്നും പോയും ഒക്കെ നിക്കുവായിരുന്നു. അവ കൊറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും തിരിച്ചെത്തി. എന്നാലും ഞാൻ ഒരിക്കൽ വിളിച്ചിരുന്നു. കിട്ടിയായിരുന്നോ? ഞാൻ കണ്ടിട്ട് പറഞ്ഞായിരുന്നു, എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. ആദികുട്ടനായിട്ടൊക്കെ ഭയങ്കര ഇതാണ്, ആദികുട്ടൻ സംസാരിച്ചിട്ടുണ്ട് പണ്ട് വിളിക്കുമ്പോൾ. കൊള്ളാം. അപ്പൊ ഇപ്പൊ കൊറേ നാളായതുകൊണ്ട് ഞങ്ങളുടെ ഗെയിമിന്റെ ഇതൊക്കെ കുറച്ചൊന്ന് മാറി, വളരെ നന്നായിട്ട് മാറി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പുറത്തൊരു വീലിനെ കാണുന്നില്ലേ എന്റെ അടുത്ത്? ആ വീൽ ഇങ്ങനെ കറക്കണം നമ്മൾ. അതായത് നിങ്ങൾ സ്റ്റാർട്ടും സ്റ്റോപ്പും പറയുമ്പോ വീല് കറങ്ങും, പിന്നെ നിക്കും. സ്റ്റോപ്പ് പറയുമ്പോ ആയിരുന്നു സമയം മുതലേ അങ്ങനെയാണ്. അന്ന് പാട്ട് പാടി കറക്കുമല്ലേ?
അല്ലല്ല പാട്ടുപാടി കറക്കത്തില്ല, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഞങ്ങൾ സംസാരിച്ചു, ഞാനൊക്കെ സംസാരിച്ചത് കുറെ നാളുകൾക്ക് മുന്നാണ്. അപ്പൊ പിന്നെ ഗെയിം അറിയാം അല്ലേ? ആ ഗെയിം കൊറേയൊക്കെ അറിയാം മോളെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ ആന്റി? പിന്നെന്താ? ഓ എന്നാ പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീല് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോപ്പ് പറയണേ. ആ കറങ്ങില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഒരിത്തിരി ഡിലേ ഉണ്ട് അവിടെ. സ്റ്റോപ്പ് പറഞ്ഞോ? സ്റ്റോപ്പ്. ഇപ്പഴാ ഇവിടെ കറങ്ങി. ഓക്കെ. അപ്പൊ GK ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ആണോ? അതെ. അപ്പൊ എനിക്ക് ഇതാരും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചോദിക്കട്ടെ അപ്പൊ? പിന്നെന്താ? കേരളത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. തിരുവനന്തപുരം. തിരുവനന്തപുരം. നമുക്ക് നോക്കാം. ആന്റി എവിടെയാണ് നാട്ടില്? ഞാൻ തിരുവനന്തപുരം. തിരുവനന്തപുരമായിരുന്നു. കറക്റ്റ് ആൻസർ. തിരുവനന്തപുരത്തേക്കാൾ ആളുകൾ എന്തായാലും വേറെ മറ്റുള്ള ജില്ലകളിലില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് ആളെ താങ്ക് യു. ഇനിയുണ്ട് 2 ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യന് ഞാൻ ഓരോന്ന് പറഞ്ഞെല്ലാം കറക്റ്റ് ആയിരുന്നു. മറ്റേ കരളിന്റെ ഭാരം ആണല്ലേ? ഞാനത് പറയായിരുന്നു. അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടെ കറക്കിക്കോളൂ. ആവണമെന്നില്ല, ചിലപ്പോ മേ ബി നമ്മൾ അങ്ങോട്ടും തെറ്റിപ്പോ. നോക്കാം നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ. കറക്കിക്കോ. ഒന്നും കൂടെ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പും കൂടെ പറയണേ. സ്റ്റോപ്പ് കറങ്ങുന്നില്ല മോളെ. ഉണ്ട്. അത് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചല്ലേ? ഇപ്പൊ കാണിക്കും. GK ആണ് കേട്ടോ. GK. ഓക്കെ. അപ്പൊ വീണ്ടും ഞങ്ങൾ GK അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്. പിന്നെന്താ? പെൺകൊതുകുകളുടെ ആയുസ് 6 to 10 ആഴ്ച, 6 to 7 ആഴ്ച, 6 to 8 ആഴ്ച. 6 തൊട്ട് 10 വരെ ഉണ്ട്. 7 വരെ 10. 6 തൊട്ട് 10 ആഴ്ച വരെ ഉണ്ടല്ലേ പെൺകൊതുകുകളുടെ ആയുസ്. പക്ഷെ ഇച്ചിരി കൂടെ കുറവായിരുന്നു. 6 തൊട്ട് 8 വരെ ആയിരുന്നു. 8 ആഴ്ച വരെ ഉള്ളൂ. എന്ത് ചെയ്യാൻ? കുഴപ്പമില്ല. ഏതാണ്? പെൺകൊതുക്. ഞാൻ കൊതുകുകളെന്നാണ് കേട്ടത്. ആണോ? അയച്ചോ, കുഴപ്പമില്ല. നമുക്ക് ഇനി നാളെ ഉണ്ട്, നാളെ കഴിഞ്ഞുണ്ട് ഷോ. പിന്നെന്താ? അപ്പൊ ഇനി സ്ഥിരമായിട്ട് ഞങ്ങളെ വിളിക്കണേ. പിന്നെന്ത് ഇനി മുടക്കരുത്. അപ്പൊ മോനോട് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറഞ്ഞു കേട്ടോ. അന്വേഷണം പറഞ്ഞ മോക്ക് ഒരുപാട് നേരമായി മോളെ. SSLC പരീക്ഷയൊക്കെ എഴുതി. ഇപ്പൊ നാട്ടിലാ മോൻ. ആണോ? ഞങ്ങളുടെ എല്ലാവിധ ബ്ലെസ്സിങ്സും മോനുണ്ടായിരിക്കും കേട്ടോ. പ്രാർത്ഥിക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മുടെ ഷോ കഴിയാനുള്ള ടൈമായി. നമുക്ക് ഇന്ന് വിന്നേഴ്സ് ആരുമില്ല, അത് മാത്രം ഒരു സങ്കടം അല്ലേ? അപ്പൊ നാളെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് വിന്നേഴ്സിന്. 1, 2 ഒന്നല്ല, എല്ലാവരും വിന്നേഴ്സ് ആവട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇങ്ങനെ വാരിക്ക് ഒരു സമ്മാനങ്ങൾ തരാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് പോയാലോ? പോവാം. അപ്പോ ദിസ് ഈസ് സൈനിങ് ബൈ. This is Sujita. Bye bye. Good night.